വനിതാ സംവരണ ബിൽ പാസാക്കാൻ തീവ്ര ശ്രമവുമായി കേന്ദ്ര സർക്കാർ. ഭരണഘടനാ ഭേദഗതി ബില്ലിൽ ഇന്ന് 4 മണിക്ക് ലോക്സഭയിൽ വോട്ടെടുപ്പ് നടക്കും. ബിൽ പാസാക്കണമെങ്കിൽ 360 എംപിമാരുടെ പിന്തുണ ആവശ്യമാണ്. എന്നാൽ നിലവിൽ 293 പേരുടെ പിന്തുണ മാത്രമാണ് സർക്കാരിനുള്ളത്. ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. വോട്ടെടുപ്പിന് മുൻപ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയും. അതേസമയം വിചിത്ര നീക്കവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വനിതാ സംവരണ നിയമം 2023 പ്രാബല്യത്തിൽ വന്നുവെന്ന് കേന്ദ്ര നിയമ മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ്. ആശയക്കുഴപ്പമാണെന്നും വിചിത്ര നീക്കമാണെന്നും കോൺഗ്രസ് പ്രതികരിച്ചു തുടങ്ങി. നോബിൾ മാരിക്കാരനും പിയാസുലിനും വിവരങ്ങളുമായി ആദ്യം നോബിൾ മാരിക്കാരിലേക്കാണ്. നോബിൾ, ഇന്നലെ 1 മണിവരെ അല്ലെങ്കിൽ പുലർച്ചെ 1 മണിവരെ നടന്ന ചർച്ചയാണ്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെ ബില്ലിനെ എതിർക്കുമെന്നുള്ള തീരുമാനമെടുക്കുകയാണ്. എന്താണ് ഇപ്പോൾ അതിനിടയ്ക്ക് വന്നിരിക്കുന്ന പുതിയ വിജ്ഞാപനം? 2023 ഈ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട ബില്ല് കൊണ്ടുവന്നിരുന്നതാണ്. അപ്പോൾ അതിന്മേൽ എന്താണ് ഒരു പുതിയ വിജ്ഞാപനം വന്നിരിക്കുന്നത്? സ്മൃതി, ഇന്നിപ്പോൾ വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ അവസാന ദിവസത്തെ ചർച്ച നടക്കാൻ പോകുന്നത്. വൈകിട്ട് 4 മണിക്ക് ബില്ലിൽ വോട്ടെടുപ്പ് നടക്കും എന്നാണ് കേന്ദ്ര സർക്കാർ ഇന്നലെ സഭയെ അറിയിച്ചത്. നമ്മൾ നിൽക്കുന്ന പാർലമെന്റിന് മുന്നിലാണ്. അവിടെ സുശക്ത് നാരി, സുശക്ത് ഭാരത് എന്നൊക്കെ എഴുതിയ പ്രത്യേക ബോർഡൊക്കെ എന്താണെങ്കിൽ സ്ഥാപിച്ചിട്ടുണ്ട്. നാരിശക്തി നാരിശക്തിയുമായി ബന്ധപ്പെട്ട ബില്ലുമായി ബന്ധപ്പെട്ട അത്തരത്തിൽ ബോർഡുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് എന്താണെങ്കിലും ഈ വനിതാ സംവരണത്തെ പരമാവധി ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ ഇതിനെക്കുറിച്ച് വിവിധയിടങ്ങളിൽ പ്രസ്താവന നടത്തുന്നു, അതോടൊപ്പം കത്തുകൾ എഴുതുന്നു. അങ്ങനെ പറഞ്ഞ വനിതാ സംവരണത്തെ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ഒരു പ്രചരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നീക്കമാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടത്. എന്താണെങ്കിലും ഇന്നിപ്പോൾ ഇതുപോലുള്ള ബോർഡുകളടക്കം ദില്ലിയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട ബില്ല് ഇന്നിപ്പോൾ അവസാന ചർച്ചയിലേക്ക് പോകുമ്പോൾ 4 മണിക്ക് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ചർച്ചയിൽ വോട്ടെടുപ്പ് അടക്കുക. അതിനു മുൻപ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബില്ലിന് മറുപടി പ്രസംഗം നടത്തും. ആ മറുപടി പ്രസംഗത്തിൽ കൃത്യമായി തന്നെ നിലവിലത്തെ ആശങ്കകൾ അടക്കം അദ്ദേഹം പരിഹരിക്കാൻ ശ്രമിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇന്നലെയും ഈ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അല്പസമയം ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വ്യക്തത വരുത്തിക്കൊണ്ട് സംസാരിച്ചിരുന്നു. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരില്ല, അത്തരത്തിലൊരു ദക്ഷിണേന്ത്യക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകില്ല, കൃത്യമായി തന്നെ 50% സീറ്റുകൾ കേരളം അടക്കമുള്ള ഇടങ്ങളിൽ കൂടുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ അറിയിച്ചിരുന്നു. പക്ഷേ അതിനോടൊന്നും ഒരു തരത്തിലും അനുകൂല നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയതാണ്. ഇന്നലെ രാവിലെയും നേതാക്കളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കളെല്ലാം പറഞ്ഞത് ബില്ലിനെ പൂർണ്ണമായും എതിർത്ത് വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ്. എന്താണെങ്കിലും ഇന്നും ഇപ്പോൾ ഭരണപക്ഷം പ്രധാനമായും പ്രതിപക്ഷത്തോട് ഈ ബില്ലിനെ അനുകൂലിക്കുന്ന നിലപാട് തന്നെയായിരിക്കും സ്വീകരിക്കാൻ പോകുന്നത്. ആ തരത്തിലുള്ള ചർച്ചകൾ തന്നെയായിരിക്കും ഉണ്ടാകുക. രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഇന്ന് സംസാരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബില്ല് ലോക്സഭയിൽ പാസ്സാകണമെങ്കിൽ 3/2 ഭൂരിപക്ഷം ആവശ്യമാണ്. ഇന്നലെ ബില്ലിന്റെ അവതരണ അനുമതിയിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ പോലും ഈ 3/2 ഭൂരിപക്ഷം നേടാൻ കേന്ദ്ര സർക്കാരിന് കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ബില്ല് ലോക്സഭ കടക്കില്ല എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. പ്രധാനമായും നമ്മൾ പറയുകയാണെങ്കിൽ നിലവിലത്തെ അംഗസംഖ്യ എന്ന് പറയുന്നത് 540 ലോക്സഭയിൽ 293 പേരാണ് NDAക്ക് ഉള്ളത്. 360 പേരുടെ പിന്തുണ വേണം. സ്വാഭാവികം വലിയ നമ്പറാണ് കുറവുള്ളത്. അതുകൊണ്ട് തന്നെ ബില്ല് ഇന്നിപ്പോൾ ലോക്സഭ കടക്കില്ല എന്ന് ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാം.